ഇത് ഇന്നലെ തന്നെ അസ്ലം വിളിച്ച് എന്നോട് ക്ഷമാപണം നടത്തിയിരുന്നു. ക്ഷമാപണം നടത്തി ഞാനും ഇന്നലത്തോടു കൂടി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇതൊരു വ്യാപകമായ തെറ്റായ പ്രചരണത്തിന് വഴിയൊരുക്കുന്ന രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. കുറെ ആളുകൾ ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്, MLA ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ നല്ല വല്ലാത്ത മോശമായ രൂപത്തിൽ ഒരുപാട് കമന്റുകൾ ആരൊക്കെയോ അങ്ങനെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇന്നലെ DYFI എന്ന നിലയ്ക്ക് ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാണ്ട് മോശമായ രൂപത്തിൽ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആളെ അന്വേഷിച്ച് കണ്ടെത്തി ഇന്ന് അസ്ലമിനോട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അസ്ലം സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞു പരാതിയില്ല, അപ്പോൾ നേരിട്ട് വന്ന് അസ്ലമിനെയും കാണുക, ഈ പരാതിയൊന്നും ഇല്ല എന്ന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം. ഒരു കാര്യം മനസ്സിലായി, ഒരു തെറ്റ് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരുത്തുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ നവീകരിക്കുകയാണ്. അപ്പൊ അസ്ലമിനെ തെറ്റ് ബോധ്യപ്പെട്ടു, അത് തിരുത്തി, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതോടുകൂടി അവസാനിപ്പിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആർക്കും തെറ്റുപറ്റാം, എനിക്കും തെറ്റുപറ്റാം. ആ തെറ്റുപറ്റിയാൽ തിരുത്തുക എന്നുള്ള, ആ തിരുത്താനുള്ള നല്ല മനസ്സാണ് അസ്ലമിനുള്ളത്. തീർച്ചയായിട്ടും അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളോട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനങ്ങനെ ഒരു വൈകാരികമായിട്ടൊരു പോസ്റ്റാണ്, അതെനിക്കൊരു തെറ്റാന്ന് പറഞ്ഞപ്പോൾ ഞാനത് തിരുത്തി MLA വിളിച്ച് ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. അതന്നെ എനിക്ക് തോന്നി തെറ്റാന്ന് പൂർണ്ണമായിട്ട്. തെറ്റാണല്ലോ നമ്മൾ ഇത്. അപ്പോൾ MLA വിളിച്ച് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഫേക്കൊന്നല്ല, ഞാൻ തന്നെയാണ്. ഒരു വൈകാരിക വേറൊരു പോസ്റ്റിന് ഇട്ടതാണ്, MLA പോസ്റ്റും ഇല്ല, പുറമുള്ളൊരു പോസ്റ്റ്. അത് ചെയ്ത് ഞാൻ തെറ്റാന്ന് പറഞ്ഞ് ഞാൻ പിൻവലിച്ചു. റോൾ MLA മാപ്പും പറഞ്ഞു. അതിനെ വിളിച്ച് ഫോണിൽ MLA ഫേസ്ബുക്കിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തു. ഇതോടുകൂടി അവസാനിച്ചതിൽ MLA